സ്നേഹമുള്ള സഹോദരൻ, യാക്കോബിന്റെ കിണറിന്റെ അടുത്ത് സിക്കാർ എന്ന പട്ടണത്തിനടുത്ത് സമീപത്തുള്ള സ്ഥലത്ത് കിണറ്റിൽ വെള്ളം കോരിയിരുന്ന ആ സ്ത്രീയോട് ജലം ചോദിക്കുകയാണ് യേശു. സിക്കാർ പട്ടണത്തിലേക്ക് ശിഷ്യന്മാര് ആഹാരം വാങ്ങാനായിട്ട് പോയ സമയമാണ്. അപ്പോൾ ആ സ്ത്രീയുമായി ഉണ്ടായ ആ സംസാരം യേശുവായിട്ടുള്ള ആ സംസാരമാണ് വചനത്തിൽ നമ്മൾ ശ്രമിച്ചത്. സീക്ക അല്ലെങ്കിൽ ഷെക്കം എന്ന് പറയുന്നു ഇന്ന്. അപ്പോൾ അവിടെ ഇന്നത്തെ പാകിസ്ഥാനിലെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ നെബ്ലൂസ് എന്ന് പറയുന്ന ആ സ്ഥലത്താണത്. ഗരിസി മെബീൻ മലകളുടെ താഴ്വാര പട്ടണമാണ് ഈ സിക്കാർ. സിക്കാറിലേക്ക് വാഗ്ദാന ദേശം നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തതായിട്ട് വിശദീകരണത്തിൽ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ യാക്കോബ് ലബാന്റെ കിണറ്റിനരികിൽ റാഹേൽ ആടുകളുമായിട്ട് വരുന്ന വെള്ളം കുടിക്കാൻ വരുന്ന സമയം. അതൊരു കിണറിന്റെ അരികാണ്. യാക്കോബ് ലബാന്റെ കിണറിനരികിൽ. ലബാന്റെ മകളാണ് റാഹേല്. യാക്കോബ് സ്വന്തം നാട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ ആ സ്വന്തം അമ്മ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അമ്മാവനാണ് ലബാൻ, ലബാന്റെ മകളാണ് റാഹേല്. അപ്പൊ ആ കിണറ്റിൽ വെച്ച് റാഹേലിനെ പരിചയപ്പെട്ടു, സംസാരിച്ചു. അങ്ങനെ അവരുടെ കൂടെ ലബാന്റെ വീട്ടിലേക്ക് കിടന്നു ചെല്ലുക. അതൊരു കിണറ്റിനരികിൽ വെച്ചാണ്. വെള്ളം കോരി ആളുകൾക്ക് ജലം നൽകുന്ന അവസരത്തില് യാക്കോബും വെള്ളം വാങ്ങി കുടിച്ചതാണ്. അത് കഴിഞ്ഞ് ലബാന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ലബാൻ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? എന്റെ അസ്ഥിയും മാംസവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിനെ ആലിംഗനം ചെയ്ത്, സഹോദരിയുടെ മകനായ യാക്കോബിനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയാണ് ലബാൻ. കഴിഞ്ഞിട്ട് ലബാന്റെ മക്കളെ കല്യാണം കഴിക്കുന്നതിനുമൊക്കെ നമുക്ക് വചനത്തിൽ വായിക്കാനായിട്ടുണ്ട്. എബ്രായർക്കുള്ള ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 1-9 വചനങ്ങളിൽ ഈ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിട്ട് മന്ദതയിൽ കഴിയുന്ന ആളുകളെ പറ്റി പറയുന്നു. വിശ്വാസം നഷ്ടപ്പെടുത്തുന്നവര്, മന്ദതയിൽ ജീവിക്കുന്നവര്, വിശ്വാസം ഉത്സാഹമില്ലാത്തവര്, അങ്ങനെയുള്ള ആളുകൾ, ദേവാലയത്തിൽ പോകാനായിട്ട് മടിയുള്ളവര്, കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ലാത്തവര്, ആ സമയത്ത് വേറെ എന്തെങ്കിലും ആഘോഷങ്ങളുമായിട്ടിരിക്കുന്നവര്, മദ്യപിച്ച് മയങ്ങിക്കിടക്കുന്നവർ, ഇങ്ങനെ പല ബഹുജനം പലരും എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആളുകളെ കാണാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇങ്ങനെ ഒരിക്കൽ എബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്ന ഇങ്ങനെയാണ് ഗ്രന്ഥകാരൻ: ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിൽ പങ്കാരാകുകയും ദൈവജനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി രുചിച്ചറിയുകയും ചെയ്തവർ വീണ്ടുപോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് നയിക്കുക അസാധ്യമാണ്. എന്ന് വെച്ചാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരതയോടുകൂടി നിൽക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തു വിശ്വാസത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കർത്താവ് ദിവസമായി ഞായറാഴ്ച ഉചിതമായ രീതിയിൽ ആരോഗ്യമുള്ള കാലത്തോളം ദേവാലയത്തിൽ പോയി സംബന്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇതിലൊക്കെ വിട്ടുവീഴ്ച വരുത്തുകയും മന്ദത വരുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം ക്ഷയിക്കും എന്നുള്ള കാര്യം എബ്രായർക്കുള്ള ലേഖനവുമായി നമ്മളെ സ്മരിക്കുകയാണ്. അവരെ വീണ്ടും അനുതാപത്തിലേക്കും നന്മയിലേക്കും തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് പ്രയാസവും ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്ന ഇവിടെ പറയുകയാണ്. സോളമൻ രാജാവ് ദാവീദ് രാജാവായി, ദാവീദിന്റെ മകനാണ് സോളമൻ. അറിയാം, സോളമൻ മരണശേഷം രാജ്യം രണ്ടായിട്ട് തിരിഞ്ഞു. ഒന്ന് ഇസ്രായേല്, 2 യൂദ. ഈ 2 രാജ്യങ്ങൾ, ഇസ്രായേലിന്റെ തലസ്ഥാനമായിരുന്നു ശെക്കം. പുതിയ യഹൂദരാജ്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇസ്രായേൽ എന്നുള്ള വാക്കാണ് എടുത്തത്. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിന്റെ ഒരു അനന്തരനാമമാണ്.
അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമേ നമ്മുടെ കുർബാനക്രമത്തിൽ നമ്മൾ ഒരിക്കൽ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബ് തന്നെയാണ്. യാക്കോബ് വഴിയായിട്ടാണ് ഇസ്രായേലിന്റെ ചരിത്രം, അതിന്റെ തുടർച്ച മുമ്പോട്ട് പോകുന്നത്. BC 8-ാം നൂറ്റാണ്ടിൽ അസിറിയക്കാർ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തിയവരുടെ ആളുകളെയെല്ലാം അഭയാർത്ഥികളായിട്ട്, അടിമകളായിട്ട് കൊണ്ടുപോയി അസിറിയ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു സംഗീതത്തിൽ പറയുന്നുണ്ട്, സെഹിയനെ ഓർത്ത് ബാബിലോണില് അസിറിയൻ അടിമത്തുണ്ട്, ബാബിലോണിന് അടിമത്തുണ്ട്. എല്ലാം ഒരേ രാജ്യത്തിന്റെ സംസ്കാരം, അടുത്തുള്ള സംസ്കാര കേന്ദ്രമാണ്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, ബാബിലോൺ സംസ്കാരം, അസിറിയ, ഇതെല്ലാം ഒരു പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെ ബാബിലോണിയുടെ തീരത്തിരുന്നു കൊണ്ട് സിഹിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സങ്കീർത്തനം ആരംഭിക്കുന്നത്. പ്രധാനമായിട്ട് വളരെ പാടാറുണ്ട്. ഇസ്രായേൽ ജനത അടിമത്തത്തിൽ ഇരുന്നു കൊണ്ട് സ്വന്തം നാടിനെ ഓർത്ത് വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഇസ്രായേൽ ജനതയുടെ അവരുടെ മാനസികാവസ്ഥ മനോഹരമായിട്ട് ചിത്രീകരിക്കുകയാണ്. ബാബിലോണിയുടെ തീരത്തിരുന്നുകൊണ്ട് സ്വന്തം നാടിനെ ഓർത്തുകൊണ്ട് കരയുന്ന ജനത. അപ്പോൾ അങ്ങനെ വിപ്രവാസത്തിൽ അസിറിയയിലുള്ള ആ നാട്ടുകാരുമായിട്ടുള്ള വിവാഹബന്ധത്തിലൊക്കെ ഏർപ്പെട്ട ഒരു സങ്കര ജനതയായി തീർന്നു. അവരെ വീണ്ടും വിട്ടയക്കുകയാണ്. അപ്പോൾ അവർ വീണ്ടും വന്നിട്ട് താമസിച്ച സ്ഥലമാണ് സമറിയ എന്ന് പറയുന്നത്. യേശു സമറിയ നാട്ടിലൂടെ കടന്നുപോയി. സമറിയ നാട്ടുകാര് യേശുവിനെ സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വചനത്തിൽ നമുക്ക് വായിച്ച് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സങ്കര ജനതയായി തീർന്ന ഈ പറയുന്ന സമറിയക്കാര് അപ്പോൾ യഹൂദർ അവരെ അടുപ്പിച്ചില്ല. അവർ ഗെരിസീം മലയിൽ ആരാധന നടത്തി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള സമറിയക്കാരിയായിട്ടുള്ള സ്ത്രീ യഹൂദരും തമ്മിൽ ഇവിടെ പറയുന്നുണ്ട്, യഹൂദന്മാരും സമറിയക്കാരും തമ്മിൽ ബന്ധമൊന്നുമില്ല. നിനക്ക് വെള്ളം കോരാനായിട്ട് പാത്രവും ഇല്ല, പിന്നെ എങ്ങനെയാണ് വെള്ളം ചോദിച്ചാല് ഇങ്ങനെ സംഭാഷണം മുമ്പോട്ട് പോകുന്നുണ്ട്. എനിക്ക് കുടിക്കാൻ തരിക. യഹൂദ സമറിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നും ഇല്ല എന്ന്. അപ്പൊ അവളോട് സംസാരിച്ചപ്പോൾ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഈശോ പറയാ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഒരാളല്ല 5 പേരുണ്ട്. അപ്പോൾ ഏതായാലും അവൾ 5 പേരെ മാത്രമല്ല, പണത്തിൽ നിന്ന് കുറെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളൊരു പ്രവാചകനെ കണ്ടു. എന്റെ ജീവിതത്തിന്റെ ആർക്കും അറിയാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ പ്രവാചകൻ, നിങ്ങൾ വന്ന് ഈ പ്രവാചകനെ കാണുകയും സംസാരം കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സമറിയക്കാർ യേശുവിനെ കേൾക്കാനായിട്ട് വന്നു. അങ്ങനെ യേശുവിനെ ശ്രമിച്ചു. നിരവധി സമറിയക്കാര് യേശുവിലേക്ക് ആനയിക്കാനായിട്ട് ആ സ്ത്രീ വഴിയായിട്ട് കഴിഞ്ഞു എന്നാണ് വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമല്ല, അവരുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് യേശു അവിടെ താമസിച്ചു എന്നും പറയുന്നുണ്ട്. അസീറിയൻ വിപ്രവാസം നഷ്ടപ്പെട്ട 10 ഇസ്രായേൽ ഗോത്രങ്ങൾ, 12 ഗോത്രങ്ങളാണുള്ളത്. അവരിലേക്കുള്ള തിരിച്ചുവരവാണ് ഈ സംഭവം വഴിയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ സ്നേഹത്തോടെ പെരുമാറുന്ന ഈശോ, സൗമ്യമായിട്ടും ശാന്തമായിട്ടും പെരുമാറുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. കുമാരനാശാന ചണ്ടാലകൃഷി എന്ന് പറയുന്ന ഒരു കവിത എഴുതി. പക്ഷേ ഇതിനെയൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം. താഴ്ജാതിക്കാരിയെ സ്ത്രീയോട് വെള്ളം ചോദിച്ചു വരുന്ന ബുദ്ധവിഷുവിന്റെ കഥയാണ് ചണ്ടാലകൃഷി എന്ന കവിതയിലൂടെ കുമാരനാശാൻ ചിത്രീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് യേശു പറയുന്നത് മനുഷ്യ വ്യക്തിത്വത്തെ മാനിക്കുക. ഓരോ വ്യക്തിയെയും നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട്. ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയെ പറ്റി പറയുന്നുണ്ട്. ആന്തരികതയിലൂടെയുള്ള ആരാധന, നമ്മുടെ പ്രാർത്ഥന ആരാധനയും ധ്യാനവും ഒക്കെ ഉണ്ട്. അപ്പൊ നിശബ്ദതയിൽ പ്രാർത്ഥിക്കാനോ ആന്തരികതയിൽ പ്രാർത്ഥിക്കാനായിട്ടും കഴിയും. ആന്തരികതയിൽ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയൊക്കെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താനായിട്ട് കഴിയും. കാരണം ദൈവമാണ് നമ്മുടെ ആരംഭവും മധ്യവും. നമ്മുടെ ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം ദൈവമാണ്. ആ ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. അതുകൊണ്ട് നമ്മുടെ
ബാഹ്യമായിട്ടുള്ള ആചാരങ്ങളിലും പ്രാർത്ഥനകളിലും വചനങ്ങളിലും മാത്രമല്ല നമ്മുടെ ഉമ്മയിലും ഹൃദയത്തിലും ഒക്കെ ആ ദൈവികത ഉണ്ടായിരിക്കുകയും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. അതാണ് ആന്തരികതയിൽ സംസാരിക്കുന്ന വിശുദ്ധരായിട്ടുള്ള ധന്യരായിട്ടുള്ള മനുഷ്യര്. അതുകൊണ്ട് ഇന്നത്തെ വചനത്തില് നമ്മുടെ ചിന്തകള്, നമ്മുടെ മനസ്സുമൊക്കെ ദൈവത്തിലേക്ക് നയിച്ചുകൊണ്ട് നമ്മുടെ ആരാധനാക്രമത്തിലും അതുപോലെ പ്രാർത്ഥനയിലും ഒക്കെ ഉൾച്ചേർന്നുകൊണ്ട് പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റിക്കൊണ്ട്, ഭാരമല്ലാതെ ഒരു അനുഭവമാക്കിക്കൊണ്ട് യഥാർത്ഥ ആരാധകർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അങ്ങനെ നമുക്ക് കഴിയണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും